Hello friends, welcome back to Grandeur Rides. അപ്പോൾ ഇത് നമ്മളുടെ ഒരുവിധം എല്ലാ ആളുകളുടെയും ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയാണ് സ്വിഫ്റ്റ് VDI. ഇന്ന് നമ്മൾ ഇത് പേൾ വൈറ്റ് ആണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഇന്ന് എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ത്രൂ ഔട്ട് വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 48 hours എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നമുക്കത് മാക്സിമം കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഈ വീഡിയോനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പറയാം. ഏതൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ തരാം. അതായത് നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇതിൻ്റെ ത്രൂ ഔട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള ഡാമേജസ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള ഡിഫക്ട്സ് ആണുള്ളതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഡിഫക്ട്സിനും നമ്മൾ ഓരോ ടൈപ്പ് അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. കാരണം ചിലത് നമുക്ക് ജസ്റ്റ് സോൾ മാർക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പോളിഷിംഗ് സ്റ്റേജിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 സ്റ്റേജ് കോമ്പൗണ്ടിങ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഫിംഗർ കട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ക്രാച്ചിനകത്ത് നമ്മൾ ഫിംഗർ ഇങ്ങനെ ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ നെയിൽ ഇതിനകത്തേക്ക് ആ സ്ക്രാച്ചിനകത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്താൽ നമുക്ക് മുഴുവനായിട്ട് പോക്കാൻ പറ്റില്ല. അത് നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടി വരും ആ ഭാഗം. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ആ ഭാഗം നമുക്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് കുറച്ചൊന്ന് ഓവറായിട്ട് കുറച്ചധികം കട്ട് ചെയ്തെടുത്താൽ നമുക്കത് കാണാത്ത രീതിയിലാക്കാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് ആ ഡിഫക്ട്സ് അങ്ങനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഡിഫക്ട്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഡിഫക്ട്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതിന് നമ്മൾ ഓരോന്നിനും ഓരോതായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തു വരണം. അപ്പോൾ ഓരോ രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ ഓരോ ടൈപ്പ് ഡിഫക്ട്സും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു 3 സ്റ്റേജ് വാഷിംഗ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മളൊരു ആൽക്കലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിംഗ് ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ഫോം വാഷ് ചെയ്യും. അതിനുശേഷം ഒരു ആസിഡിക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോം വാഷ് തന്നെ ചെയ്യും. അതിനുശേഷം ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സോപ്പി ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യും. അതായത് 2 ബക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് നമ്മൾ ചെയ്യും. അതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാഷിംഗ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്രോസസ്സ്. അതായത് നമ്മൾ ടോപ്പ് ടു ബോട്ടമാണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുക, വാഷിംഗ് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ടയർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ബക്കറ്റും വെള്ളവും അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതൊക്കെ നമ്മൾ ടൂൾസ് വേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോ കാണാത്ത ആരെങ്കിലുമാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് ഒന്ന് പോയി ആദ്യം തന്നെ കണ്ടു നോക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം, അതൊന്ന് വെച്ചിട്ട് കണ്ടു നോക്കാം. പിന്നെ അപ്പോൾ അത്രയാണ് നമ്മൾ വാഷിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സാണ്. ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ക്ലിയർ കോട്ടിനകത്ത് എംബഡായിട്ട് കുറേ സംഭവങ്ങളിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ അയൺ റിമൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോനകത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എംബഡായിട്ട് കിടക്കുന്ന എന്തുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് എംബഡായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ആ വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സ് നമ്മൾ 3 സ്റ്റേജ് ഡീകണ്ടാമിനേഷൻ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2 സ്പ്രേയും പിന്നെ 1 ക്ലേയിങ്. സ്പ്രേ എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത്തത് അയൺ റിമൂവർ സ്പ്രേ, രണ്ടാമത്തത് നമ്മൾ ഡിഗ്രീസർ സ്പ്രേ. അത് രണ്ടും നമ്മൾ സ്പ്രേ അടിച്ചിട്ടതിന് ശേഷം നമ്മൾ റബ്ബൊന്നും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ കോട്ടൊക്കെ ലൂസായി പോകാൻ നമ്മുടെ പെയിൻറ്റിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒരു സംഭവമാണ്. അത് നമുക്ക് അതിൻ്റെ കോട്ടിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്തിട്ടതിന് ശേഷം ഷോഷ വെച്ച് അടച്ച് കളയാണ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലേയിങ് ആണ്. ക്ലേ ബാർ അല്ലെങ്കിൽ ക്ലേ മിറ്റ്, പിന്നെ ക്ലേ ഡിസ്ക്, പല സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ ചെയ്യുന്നത് ക്ലേ ബാർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡീകണ്ടാമിനേഷൻ ചെയ്യേണ്ടത്, മാനുവൽ ഡീകണ്ടാമിനേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജ്, അത് 3 സ്റ്റേജ് ഡീകണ്ടാമിനേഷൻ. പിന്നെ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ കോമ്പൗണ്ടിങ്, 2 സ്റ്റേജ് കോമ്പൗണ്ടിങ്, പോളിഷിങ്. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് സീലൻ്റ് അപ്ലൈ ചെയ്യും. പെയിൻറ്റ് സീലൻ്റ് പറയുന്നത് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. UV പ്രൊട്ടക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്ലിയർ കോട്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മാത്രമല്ല വാട്ടർ ബീഡിങ്, വാട്ടർ ഷീറ്റിംഗ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയറാണ് നമ്മൾ പെയിൻറ്റ് സീലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് നമ്മളൊരു US പ്രൊഡക്റ്റാണ്, ടോട്ടൽ വാക്സിൻ്റെ പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു നമ്മുടെ മെഗ്വാസിൻ്റെ ഒരു പ്രൊഡക്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് 1 year വരെ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. അതിനിടയ്ക്ക് നമുക്ക് ടയർ ക്ലീനിങ് ഉണ്ട്. ടയർ ക്ലീനിങ്ങിൻ്റെ സ്റ്റെപ്പും നമ്മൾ ടയർ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്
നമ്മളൊരു കംപ്ലീറ്റ് ഒരു വണ്ടി എക്സ്റ്റീരിയർ ക്ലീനിങ് പ്ലസ് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മാക്സിമം എല്ലാ സ്റ്റെപ്പും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ താഴെ കാണാം, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തൊരു ബെൽ നോട്ടിഫിക്കേഷൻ, നമ്മളുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ബെൽ ഐക്കണും കൂടെ താഴെ കാണാം. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തരാം. അപ്പം നമുക്ക് പുതിയ വീഡിയോസിൻ്റെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.